എനിക്കൊരു സ്കിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോയമ്പത്തൂർ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാൻഡിഡ് ബി എന്ന് പറഞ്ഞൊരു ഓയിൽമെൻറ്റ് എഴുതി തന്നു. അത് ഞാൻ യൂസ് ചെയ്ത് ഒരു 8 മാസം അതേ ഞാൻ യൂസ് ചെയ്തിട്ടിരുന്നു. എന്നിട്ടും കുറവില്ലാതെ വന്നപ്പോൾ പിന്നെ ആ ഡോക്ടറെ തന്നെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ വേറൊരു ഓയിൽമെൻറ്റ് എഴുതി തന്നു, ഫോണ്ടം എന്ന് പറയുന്ന ഓയിൽമെൻറ്റാണ്. അത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ സ്കിന്നിൻ്റെ കളർ ചേഞ്ച് വരാനും അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് വരാനും തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അതൊരു നാച്ചുറോപ്പതി ക്ലിനിക്കാണെന്ന്. അവസാനമാണ് ഞാൻ അശ്വതി മാമിനെ കാണാൻ വേണ്ടിയിട്ട് റീജൻ കെയറിൽ വന്നത്. Hi, I'm Dr. Ashwathi Mohan. I'm a dermatologist and I'm not a cosmetologist. I do clinical dermatology and I'm specialized in aesthetic dermatology. അപ്പോൾ ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഒരു ടിപ്പിക്കൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ കാണുന്നത് പോലെയാണ് ഞാൻ ആ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുന്നത്. പക്ഷേ എക്സാമിൻ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് നിറം കുറഞ്ഞിട്ടുള്ള സ്കിന്നും അതിൻ്റെ കൂടെ ഒരിക്കലും വരാൻ പാടില്ലാത്ത സ്ട്രെച്ച് മാർക്സും, അതും 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വയറ് ഭാഗത്തും തൊടയിടുപ്പിൻ്റെ ഭാഗത്തും ബട്ടക്സിലും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റിറോയിഡ് അബ്യൂസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടി 2 വർഷം മുന്നേ ആദ്യമായിട്ട് ആ ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടർ കൊടുത്തത് ക്ലോട്രൈമസോൾ പ്ലസ് ബെക്ലോമെത്തസോൺ, കാൻഡിഡ് ബി എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഓയിൻമെൻറ്റാണ്. പണ്ട് ഏറ്റവും കൂടുതൽ എന്തൊരു സ്കിൻ ഇൻഫെക്ഷൻ വന്നാലും ആദ്യം നമ്മളുടെ അമ്മൂമ്മയോ അമ്മയോ ആദ്യം എടുത്തു തരുന്ന ഒരു ഓയിൻമെൻറ്റാണ് കാൻഡിഡ് ബി. പക്ഷേ അതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ബി എന്ന് പറയുന്ന ബെക്ലോമെത്തസോൺ എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റാണ്. അതൊരു ലോ പൊട്ടൻറ്റ് സ്റ്റിറോയിഡാണ്. ഇപ്പോൾ കണ്ടിന്യൂസ്ലി അത് 3 മാസത്തിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ സ്കിന്നിൽ കാണുന്ന ചേഞ്ചസ് ആണ് ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇത് കുറയുന്നില്ല എന്ന് കണ്ട് അതേ ഡോക്ടറെ അടുത്ത് പിന്നെ ഒരു 8 മാസത്തിന് ശേഷം കുട്ടി ചെല്ലുമ്പോൾ ആ ഡോക്ടർ ആ കുട്ടിയെ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യല്ല ചെയ്തത്. അതിന് പകരം അതിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊട്ടൻറ്റ് സ്റ്റിറോയിഡ് വരുന്ന ഒരു ഓയിൻമെൻറ്റ് എഗെയിൻ കണ്ടിന്യൂസ് അപ്ലിക്കേഷന് വേണ്ടി കൊടുക്കുകയാണ്. ഈ ഫോർഡോം എന്ന് പറയുന്നതിൽ സ്റ്റിറോയിഡ് ഉണ്ട്, ആൻറ്റി ബാക്ടീരിയൽ എലമെൻ്റ് ഉണ്ട്, ആൻറ്റി ഫംഗൽ എലമെൻ്റ് ഉണ്ട്. ഇതെന്താണെന്ന് റൈറ്റ്ലി ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ആൻറ്റി ഫംഗൽ എലമെൻ്റ് ആവശ്യം മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ അതിലും പൊട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിറോയിഡ് കണ്ടിന്യൂസ്ലി കുട്ടി പിന്നെയും 1.5 വർഷത്തോളം ഉപയോഗിച്ച് അതിൻ്റെ ചേഞ്ചസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ കുട്ടീനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഫംഗസ് മാത്രമല്ല ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്, ആ കുട്ടിക്ക് സ്കിന്നിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസും ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇത് ഒറ്റപ്പെട്ടൊരു കേസല്ല. ആഴ്ചയിൽ 2-3 കേസുകൾ സ്ഥിരമായിട്ട് എനിക്കിതുപോലെ ട്രീറ്റ് ചെയ്യേണ്ടി വരികയാണ്. പലപ്പോഴും ഒരു ഡെർമറ്റോളജി കണ്ടീഷൻ അല്ല ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ക്വർക്കറി വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന സൈഡ് എഫക്റ്റുകൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഡയഗ്നോസിസ് ഡിലേഡ് ആവുകയാണ്, ഇൻഅപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് വരികയാണ്. പിന്നെ ഇത് ഡെർമറ്റോളജി ചെയ്യുന്ന ഡോക്ടർമാരുടെ ക്രെഡിബിലിറ്റി കുറയുകയാണ്. മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു മെഡിക്കൽ സിസ്റ്റത്തിനോടുള്ളൊരു ട്രസ്റ്റ് കുറയുകയാണ്. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്തൊരു സ്കിൻ ലീഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ IADVL മെമ്പർഷിപ്പ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജി വെനറോളജി ലെപ്രോളജി എന്ന് പറയുന്ന IADVL മെമ്പർഷിപ്പ് ഉള്ള ഡോക്ടർമാരെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്.